കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജോഷ സിറ്റിയറുടെയും ക്വാമി പെപ്രയുടെയും കാര്യത്തിൽ ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലെന്നാണ് IFT ന്യൂസ് മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഫോറിൻ സൈനിങ് സ്ട്രൈക്കിംഗ് സോണിലേക്ക് ഇനി ഉണ്ടായിരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സംശയം, ഇപ്പം പെപ്രയും സിറ്റിയറേയും പോലുള്ള ആവറേജ് പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ ടീമിന്റെ മുന്നേറ്റ നിരയിൽ ഫോറിൻ താരങ്ങളെ ഒരു അബഡൻസ്, ഒരു സമൃദ്ധി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഒരു ഫോറിൻ സ്ട്രൈക്കറെ എൻലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഏകദേശം അതിനുള്ള എക്സ്പ്ലനേഷൻ പോലെ ആയിട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. IFT ന്യൂസ് മീഡിയ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനും കേരള ബ്ലാസ്റ്റേഴ്സും മിഖായൽ സ്റ്റെഹറയും അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫും ടീമും ഒന്നും ജോഷ സിറ്റൂരിയോ എന്ന ഓസ്ട്രേലിയൻ താരത്തിന്റെ കാര്യത്തിലും ക്വാമി പെപ്ര എന്ന ഖാനിയൻ താരത്തിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇവരെ ടീമിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. രണ്ടാളും സാറ്റിസ്ഫൈങ് ആണെങ്കിൽ അവർ ടീമിലുണ്ടായിരിക്കും. ഇനി ഒരാളെ സാറ്റിസ്ഫൈങ് ആവുന്നുള്ളെങ്കിൽ ഒരാളെ നിലനിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ക്ലോസ്ലി ഈ താരങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പോവാണ്.